ഗുഡ് മോർണിംഗ് ഡോക്ടർ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ എന്നോടൊപ്പം ഡോക്ടർ ഷാജി. അദ്ദേഹം പെരുമ്പാവൂർ ബെത്സിത ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. കാരണം ഇന്ന് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മാനസികാരോഗ്യം എന്താണ്, വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും ഓരോ ദിവസങ്ങൾ WHO പോലുള്ള സംഘടനകൾ പറഞ്ഞ് ആചരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷേ അസുഖത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എല്ലാവരിലും എത്തിക്കാനായിരിക്കാം ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്ന ഓരോ അസുഖത്തിനും. അതുപോലെ തന്നെ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ഇന്നാണ്. ഡോക്ടറോട് തന്നെ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഷാജി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ മിക്കവാറും ഇപ്പം വേൾഡ് ക്യാൻസർ ഡേ ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ ഡേ ഉണ്ട്, വേൾഡ് കിഡ്നി ഡേ ഉണ്ട്, വേൾഡ് ഹാർട്ട് ഡേ ഉണ്ട്, ഇതുപോലെ എല്ലാം ഉണ്ട്. അതുപോലെ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ എന്ന് പറഞ്ഞൊരു ഡേയുടെ പ്രാധാന്യം എന്താണ്? ലോക മാനസിക ആരോഗ്യ ദിനം. ഈ ദിനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുപോലെ തന്നെ വേൾഡ് ഫെഡറേഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത്, ഈ രണ്ട് സംഘടനകൾ ഒത്തുചേർന്നിട്ടാണ് ഈ ലോക മാനസിക ആരോഗ്യ ദിനം ആചരിക്കുന്നത്. അതിൻ്റെ ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് ഡിഗ്നിറ്റി ഇൻ മെൻ്റൽ ഹെൽത്ത്. അതിൻ്റെ അർത്ഥം മാനസിക രോഗികൾക്ക് അന്തസ്സോടും അഭിമാനത്തോടും കൂടി ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ലോക മാനസിക ആരോഗ്യ ദിനം നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്ത് വളരെയധികം ആൾക്കാർ മാനസിക രോഗബാധ കൊണ്ട് കഷ്ടപ്പെടുന്നവരായിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് പല ആൾക്കാർക്കും പല കാരണങ്ങളാൽ അവരുടെ മനുഷ്യാവകാശങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല. സമൂഹം അവരെ തിരസ്കരിക്കുന്നു. അവർക്ക് ഫലവത്തായിട്ടൊരു ജീവിതം സാധ്യമാകുന്നില്ല. ഈ അവസ്ഥയിൽ എന്ന് മാത്രമല്ല, പലപ്പോഴും തൊഴിൽ ഇടങ്ങളിലും അതുപോലെ തന്നെ ഈവൻ ചികിത്സാലയങ്ങളിലടക്കം പലപ്പോഴും മാനസിക രോഗികൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നു. ഈ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് മാനസിക രോഗികൾ ഇത്രയും പാർശ്വവത്കരിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന്, ഇത്രയും തിരസ്കരിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന് ഒരു സാധാരണ പൗരൻ്റെ അവകാശങ്ങളോടും അധികാരങ്ങളോടും കൂടി ആദരവോടും കൂടി ഈ ലോകത്ത് അധിവസിക്കാനുള്ള അവകാശമുണ്ട്. അത് എല്ലാ വ്യക്തികൾക്കും ഉള്ളതുപോലെ അവനും അത് അവൻ്റെ ജന്മാവകാശമാണ് എന്ന് ഊന്നിപ്പറയുന്ന ഒരു പ്രമേയമാണ് ഈ ലോക മാനസികാരോഗ്യ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഡോക്ടർ, നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഡേയുടെ തീമിലേക്ക് തിരിച്ചു വരാം. അതായത് ഒരു മാനസിക രോഗമുള്ള ഒരു വ്യക്തിക്ക് അന്തസ്സായി ജീവിക്കാൻ കഴിയണം, അല്ലെങ്കിൽ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയണം. അതിന് നമുക്ക് ഇന്നത്തെ മാനസിക രോഗ ചികിത്സയിലോ അല്ലെങ്കിൽ അതിൻ്റെ റീഹാബിലിറ്റേഷൻ പ്രൊസീജിയേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായ കാഴ്ചപ്പാടിലോ എന്ത് മാറ്റം വരുത്തണം? ഇതിൽ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നം മാനസിക രോഗത്തെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറണമെങ്കിൽ മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ധാരണയിൽ മാറ്റം വരുത്തണം. ഇന്ന് ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒരു മാനസിക രോഗം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഒരു രോഗം പോലെ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഒരു അമിത രക്തസമ്മർദ്ദം, പ്രമേയം, അല്ലെങ്കിൽ ഹൃദ്രോഗം, അല്ലെങ്കിൽ കരൾ രോഗം, ഇതേപോലെ ഒരു രോഗാവസ്ഥയാണ് മാനസിക രോഗവും. പക്ഷേ ഈ ശാരീരിക രോഗങ്ങൾ കൃത്യമായിട്ട് അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുമ്പോൾ മാനസിക രോഗങ്ങളുടെ ചികിത്സയിലും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലും ഒന്നും തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കുകയല്ല, പലപ്പോഴും ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ മനോഭാവത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ശാരീരിക രോഗങ്ങളുടെ പോലെ തന്നെ നമ്മൾ അതിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള പ്രാധാന്യവും അതേ രീതിയിൽ തന്നെ മാനസിക രോഗങ്ങളെ കാണാൻ കഴിയണം. അപ്പോൾ അങ്ങനെ കഴിയണമെങ്കിലുള്ള കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നതായിട്ടുള്ള പല സ്റ്റീരിയോ ടൈപ്പ് ഇമേജുകളും ഉണ്ട്. അത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ കഥകളിലൂടെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ചില ധാരണകളാണ്, വളരെ നെഗറ്റീവായിട്ടുള്ള ധാരണകൾ. ആ ധാരണകൾ മാറണം. ആ ധാരണകൾ ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ വളരെ നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജുകൾ, ഒരു മാനസിക രോഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജുകൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമേജുകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിലൊരു മാറ്റം വരുത്തണം. ഇന്ന് ആധുനികമായിട്ടുള്ള ചികിത്സാക്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഏറ്റവും എളുപ്പം രോഗനിർണയം നടത്തി
ചികിത്സ ഉറപ്പാക്കുകയാണെങ്കിൽ വളരെയധികം ആൾക്കാർക്ക് ഇന്ന് ഫലപ്രാപ്തി. ഇപ്പോൾ പണ്ട് കാലത്ത് 1950-കൾക്ക് മുമ്പൊക്കെ ഇപ്പോൾ സ്കിസോഫ്രീനിയ പോലെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ രോഗത്തിന് യാതൊരു ചികിത്സയും ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇന്ന് സ്കിസോഫ്രീനിയ ആകട്ടെ, ബൈപോളാർ മൂഡ് ഡിസോർഡർ ആകട്ടെ, ഡിപ്രഷൻ, വിഷാദ രോഗങ്ങളാകട്ടെ, ഇവയ്ക്കൊക്കെ തന്നെ ഫലപ്രദമായ ചികിത്സയുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർ തുടക്കത്തിൽ തന്നെ ചികിത്സ എടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. അവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ തുടരാനാകും. പക്ഷെ പല ആൾക്കാരും ഇത് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നത് മാനസിക രോഗം എളുപ്പത്തിൽ കണ്ടെത്തുകയും അതിന് കൃത്യതയോടുകൂടി ചികിത്സ നൽകുകയും ചെയ്ത് ഈ രോഗികളെ അവരുടെ ആ രോഗത്തിൻ്റെ കെടുതികളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഇന്ന് നമ്മൾ ചികിത്സിക്കപ്പെടാത്ത മാനസിക രോഗങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നമ്മൾ മനസ്സിലാകുന്നില്ല. ചികിത്സിക്കപ്പെടാതെ പോകുന്ന രോഗങ്ങൾ കൊണ്ട് പലപ്പോഴും ഒരു വ്യക്തിയുടേതായിട്ടുള്ള അവൻ്റെ ഉൽപ്പാദനക്ഷമത കുറയുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ കാര്യക്ഷമത കുറയുന്നു, തൊഴിലിൻ്റെ കാര്യക്ഷമത കുറയുന്നു. അതേപോലെ തന്നെ ഒരു വലിയൊരു പ്രധാന പ്രശ്നമുണ്ട്. ചികിത്സിക്കപ്പെടാതെ പോകുന്ന മാനസിക രോഗങ്ങൾ പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്നു, ചില കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നു, അതുപോലെ തന്നെ സാമൂഹ്യ സംഘർഷങ്ങളിലേക്ക് നടക്കുന്നു. അപ്പം ചികിത്സിക്കപ്പെടാതെ പോകുന്ന മാനസിക രോഗങ്ങൾ പലപ്പോഴും ദീർഘസ്ഥായിയിലാകുകയും ആ രോഗി പലപ്പോഴും നമ്മുടെ ഒരു ഉപയോഗശൂന്യമായിട്ട് അവൻ്റെ ജീവിതവും പാഴായിട്ട് പോകുന്നു.